പുതിയ പ്രശ്നങ്ങളാണ്. അർജൻറ്റീന സ്വിറ്റ്സർലൻഡ് മത്സരങ്ങൾക്ക് ശേഷം എംബോളോയ്ക്ക് റെഡ് കാർഡ് കൊടുത്ത് ശരിയായില്ല എന്ന് ഒരുപാട് ആൾക്കാർ, കേരളത്തിൽ മാത്രമൊന്നുമല്ല മൊത്തം ലോകം മൊത്തം ആൾക്കാർ ഇങ്ങനെ കരയാണ്. എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരൊന്നും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലായി. എംബോളോൻ്റെ ചാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം തരം ചാട്ടമാണ്. അതിങ്ങനെ തെരഞ്ഞ് മറയാനൊക്കെ മൂപ്പര് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് മൂപ്പര് വീഴുന്നത്. പരേഡസ് ചിത്രത്തിലേ ഇല്ല. ഓക്കെ, അപ്പോൾ അതും യെല്ലോ കാർഡ് കിട്ടേണ്ടതാണ്. ആദ്യം കാണിച്ചത് യെല്ലോ കാർഡ് കിട്ടേണ്ടതാണ്. മൂട്ടിനൊക്കെ വന്നാൽ അടിച്ച് തെറിച്ച് ഒരു തന്നെ അടിച്ച് തെറിച്ചിട്ട് യെല്ലോ കാർഡല്ലാണ്ട് പിന്നെ എന്താ കൊടുക്കേണ്ടത്? ആർക്കോ വേണ്ടി എന്താ പറയണ്ടേ, ഒരു ഫുട്ബോൾ നിയമങ്ങൾ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ അർജൻറ്റീനൻ്റെ കളി വരുമ്പോൾ ലോകത്തുള്ള ആർക്കും, അർജൻറ്റീന ഫാൻസ് ഒഴികെ വേറെ ആർക്കും വാറിന് ഇഷ്ടമല്ല. അതേസമയം അവരുടെ ടീം കളിക്കുമ്പോൾ വാർ വൻ സംഭവമാണേനോ. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ദൈവത്തിനറിയാം. അടുത്ത സംഭവം പിന്നെ മക്കാലിസ്റ്ററിൻ്റെ ഹെഡർ ഗോൾ അടിച്ചപ്പോൾ ഏതോ ഒരു പൊട്ടനിട്ടാണ്ടേക്ക്, അത് മലയാളിയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ചങ്ങാൻ്റെ പോസ്റ്റ് ഞാൻ പല സമയത്ത് ശ്രദ്ധിച്ചതാണ്. അത് എന്തുകൊണ്ടാണ് എൻ്റെ ഫീൽഡിൽ വരുന്നതെന്നുള്ള എനിക്ക് മനസ്സിലാകുന്നില്ല. അയാൾ ബാക്കിൽ നിന്ന് പിന്നെ ഗോളി ചിരിക്കുന്നത് കണ്ടില്ലേ, മറ്റേ കളിക്കാരൻ എന്തോ ഗോളടിച്ച സന്തോഷത്തിൽ നിൽക്കുന്ന കണ്ടില്ലേ. ഈ രണ്ടാൾക്കാരെയും പറഞ്ഞതാരാണെന്നറിയാം. സ്വിറ്റ്സർലൻഡ് കളിക്കാരെ പറ്റിയാണ് പറയുന്നത്. എന്തോ പൈസ അവർക്ക് ക്രെഡിറ്റ് ആയതിൻ്റെ സന്തോഷമാണ്. നാക്കാപ്പിച്ച കിട്ടിയിട്ട് വേണമല്ലോ സ്വിറ്റ്സർലൻഡിൻ്റെ കളിക്കാർക്ക് ജീവിക്കാൻ. എന്തൊക്കെയാണ് വിളിച്ചറിയുന്നത്? തോറ്റെന്ന് സമ്മതിക്കരുത്. ഒരു കളി ജയിച്ചോ കളി അർജൻറ്റീന. അതേസമയം അർജൻറ്റീനേൻ്റെ കളീനെ പറ്റി വിമർശിക്കാൻ വെച്ചാൽ പിന്നെയുണ്ട്. അർജൻറ്റീന കളി വളരെ മോശമായിരുന്നു. അർജൻറ്റീന എന്താ പറയുക, ആ ഒരു എന്താ പറയുക, ഒരു വേൾഡ് കപ്പ് നേടാൻ വേണ്ടിയിട്ടുള്ളൊരു ടീം എന്നുള്ള ഒരു ഫേവറേറ്റ് എന്നുള്ള കണ്ടീഷനുള്ള കളിയൊന്നും കളിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടിയും മാന്യത ഉണ്ട്. ഓക്കെ, ഒരു ടീം ജയിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് സങ്കടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡിനെക്കാട്ട് സങ്കടമാണ് ഇവിടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ആൾക്കാർ. എനിക്ക് മനസ്സിലാകുന്നില്ല. എംബോളതല്ല അതിപ്പോൾ ഇനിയിപ്പോൾ പറയാം, എന്താ പറയുക, ലോട്ടാരോ മാർട്ടിനസ് മൂന്നാമത്തെ അല്ലെങ്കിൽ ജൂലിയൻ അൽവാരസ് രണ്ടാമത്തെ ഗോൾ അടിക്കുമ്പോൾ ഫിഫയും റഫറിയും ജൂലിയൻ അൽവാരസിന് അവിടെ നിൽക്കാനുള്ള സമയം കൊടുത്തു, അല്ലെങ്കിൽ ബോൾ കാലുമ്മ കൊടുത്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനനുവദിച്ചു. റഫറി വിസിൽ വിളിക്കേണ്ടതായിരുന്നു ജൂലിയൻ അൽവാരസിൻ്റെ കാലുമ്മിലേക്ക് ബോൾ വരുമ്പോൾ, അങ്ങനെ വേണം പറയാം. അതുപോലെ ലോട്ടാരോ മാർട്ടിനസ് എന്തർത്ഥത്തിലാണ് പെനൽറ്റി ബോക്സിൽ വന്ന് നിൽക്കുക? അങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ല. ലോട്ടാരോ മാർട്ടിനസ് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ മാറി പെനൽറ്റി ബോക്സിൽ വന്നു. എന്തുകൊണ്ട് റഫറി വിസിൽ വിളിച്ചില്ല? ഇങ്ങനെയൊക്കെ ചോദിക്കുക. ഇങ്ങനെയുള്ള പോക്കാന്നുണ്ടെങ്കിൽ. അപ്പോൾ ശരി.